ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഷർഗിയ. വന്ദാലോകത്തിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വന്ദാലോകത്തിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായെന്നറിഞ്ഞതിൽ സന്തോഷം. നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഉത്സാഹവും എനർജിയുമെല്ലാം. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ബ്യൂട്ടി മേക്ക് ഓവർ നമുക്ക് പറഞ്ഞു തരുന്നത് അഷ്ടമുടിയിലെ ചീഫ് ബ്യൂട്ടി കൺസൾട്ടന്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ മിസ്സിസ് സംഗീത പ്രീതേഷ് ആണ്. യെസ് മാം, വെൽക്കം ടു ദ ഷോ. മാം, ഇന്ന് ഏത് മേക്ക് ഓവർ ആണ് ചെയ്യാൻ പോകുന്നത്? ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 4K മേക്കപ്പ് ആണ്. 4K മേക്കപ്പ് എന്നാൽ അൾട്രാ ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്നത് 4K മേക്ക് ഓവർ ആണ്. 4K മേക്ക് ഓവർ എന്നാൽ നമുക്കറിയാം ഇപ്പോൾ ടെക്നോളജീസ് വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്കപ്പിന്റെ കാര്യത്തിലും ആ ഒരു അഡ്വാൻസ്മെന്റ് വരാൻ വേണ്ടി നമുക്ക് പരിചയപ്പെടുന്ന ഒരു വൺ ഓഫ് ദ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ് 4K മേക്ക് ഓവർ. സോ ഈ ബ്രൈഡൽ മേക്ക് ഓവറിലെ ആദ്യത്തെ സ്റ്റേജ് എന്താണ് മാം? നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്കിൻ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ പ്രിപ്പറേഷൻ. അത് അക്കോർഡിംഗ് ടു ദ സ്കിൻ ടൈപ്പ് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുക. ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചർ ആപ്ലിക്കേഷൻ നന്നായിട്ട് കൊടുക്കുക. ഓയിലി ആണെങ്കിൽ ഓയിലിനെ കൺട്രോൾ ചെയ്യുക. നോർമൽ സ്കിൻ ആണെങ്കിൽ അത് അതേപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം മേക്കപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ അതിനെ പരുവത്തിനാക്കുക എന്നുള്ളതാണ് ഇതിൽ ഒത്തിരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ബ്രൈഡിന് ഒരു ഡ്രൈ സ്കിന്നാണുള്ളത്. കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ അല്ല, ഒരു കുറച്ച് ഭാഗം മാത്രം ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണുള്ളത്. അപ്പോൾ അതിന് മോയ്സ്ചർ ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് ചെയ്യുക. മേക്കപ്പിൽ വളരെ ബേസിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സ്കിൻ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് മാം? നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ ആപ്ലിക്കേഷൻ ആണ്. പ്രൈമർ യൂസ് ചെയ്യുന്നത് നമുക്ക് മേക്കപ്പിനെ അത് കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫിനിഷിംഗ് വരാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ ആക്ച്വലി നമ്മൾ ഇത് മേക്കപ്പിനെ ലാസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. പ്രൈമർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് കുറേ നേരം സ്റ്റേ ചെയ്യും. ഇപ്പോൾ ബ്രൈഡിനാകുമ്പോഴത്തേക്കിന് ആ മേക്കപ്പ് വൺസ് അവരുടെ ഫങ്ഷൻ കഴിയുന്നത് വരെ അത് ലാസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പ്രൈമർ ആപ്ലിക്കേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഈ 4K മേക്കപ്പിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ആണ്. എല്ലാം നമ്മൾ ബ്രഷിലാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ കംപ്ലീറ്റ്ലി നല്ല ഒരു ബ്ലെൻഡിങ് നമുക്ക് കിട്ടും. അപ്പോൾ മേക്കപ്പ് അധികമായതായിട്ട് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒട്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വൺസ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മേക്കപ്പിനെ ഫിക്സ് ചെയ്യണം. അതിന് ഫിക്സിങ് പൗഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പ് അത് സ്റ്റേ ചെയ്തോളും. അത് ഫിക്സ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഫേസിൽ ഫിക്സ് ആകും. അതെ അതെ. ഇപ്പം ഫിക്സിംഗ് പൗഡർ ആപ്ലിക്കേഷൻ നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓരോ ഫീച്ചേഴ്സിനെ ഷാർപ്പൻ ചെയ്യാനാണ്. അപ്പോൾ അതിന് മുന്നേ അതുപോലെ തന്നെ നമ്മൾ കോണ്ടോറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓരോ ഫീച്ചേഴ്സിനെയും ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നോസ് ഷാർപ്പനിങ് വരുന്നുണ്ട്, ദെൻ ചീക്സിൻ്റെ ഷാർപ്പനിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിനൊരു ഫേസിനൊരു ഓവൽ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ്. കോണ്ടോറിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നോസ് ഷാർപ്പനിങ് ആണ്. വൺസ് നോസ് ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോസിന് ഒരു പ്രോപ്പർ ഷേപ്പ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും.
നോസ് ഷാർപ്പനിങ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചീക്ക് ഷാർപ്പൻ ചെയ്യുന്നതാണ്. സോ കോണ്ടൂറിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് മുഖത്തെ എല്ലാ ഫീച്ചേഴ്സും ഹൈലൈറ്റ് ചെയ്യുക എന്നതാണ്. ആദ്യം നോസ് ഷാർപ്പൻ ചെയ്ത്, പിന്നെ ചീക്സ്, ഇപ്പോൾ ഐബ്രോസ്. കോണ്ടൂറിങ് ചെയ്യുമ്പോൾ ഐബ്രോസിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പിന് ഐബ്രോസിന് ഒത്തിരിയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന നോർമലി ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ ഇവരിപ്പോൾ മേക്കപ്പിന് മുന്നേ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓരോ ബ്രൈഡ്സും മേക്കപ്പ് ആകുന്നതിന് അല്ലെങ്കിൽ കല്യാണം ആകുന്ന ആ സമയം തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ട്രയൽ എടുക്കുന്ന ടൈമിൽ തന്നെ അവരുടെ അടുത്ത് ഈ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ഒരു പ്രോപ്പർ ഷേപ്പിലല്ലെങ്കിൽ നമ്മളൊരു ആർച്ച് ഷേപ്പിലേക്ക് ഐബ്രോസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ആദ്യമേ ചെയ്യുമ്പോഴത്തേക്കിന് തന്നെ ആ ഐബ്രോസിൻ്റെ ഒരു ഷേപ്പ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ ബ്രൈഡൽ ടൈം ആകുമ്പോഴത്തേക്കിന് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിലേക്ക് ഞങ്ങളത് എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി മേക്കപ്പിൽ നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഐബ്രോസ് അതുകൊണ്ട്. അതെ. തേർഡ് സ്റ്റെപ്പ് ആയ കോണ്ടൂറിങ് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഐ പ്രൈമർ, നമ്മൾ എല്ലാ മേക്കപ്പിനകത്തും പ്രൈമേഴ്സ് ഒത്തിരിയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ് കംപ്ലീറ്റ്ലി പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു. അതുപോലെ ഐ മേക്കപ്പിൽ ഐയുടെ പ്രൈമർ ഉണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഐ മേക്കപ്പിനെ സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യും. സോ ഐ മേക്കപ്പ് ഓരോ ഫംഗ്ഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതെ. നമ്മളിപ്പോൾ ഒരു ബ്രൈഡ് ആകുമ്പോഴത്തേക്കിനും അവരുടെ തീം എന്താണെന്ന്, ഇപ്പോൾ മാരേജസ് എല്ലാം ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട്. അവരുടെ കോസ്റ്റ്യൂംസ് അതിനനുസരിച്ചിട്ട് അവർ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ തീമിനനുസരിച്ചിട്ട് നമ്മൾ ഐ മേക്കപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ മേക്കപ്പ് ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഐ മേക്കപ്പ് ആയിരിക്കും വരുന്നത്. നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഫേസിലൊരു പ്രൈമർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഐ മേക്കപ്പിലാണ് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഐ മേക്കപ്പ് അതെ, ഐ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് നമ്മൾ ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ പ്രൈമർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഐ മേക്കപ്പ്. ഇപ്പോൾ ഐ മേക്കപ്പിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റിംഗ് ആണ്. ഫസ്റ്റ് ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നു. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ ആപ്ലിക്കേഷൻ വൺസ് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഡ്രസ്സിനനുസരിച്ചിട്ട് ഇന്ന് ബാക്കി ഐ മേക്കപ്പ് ചെയ്യുന്നു. ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് കളേഴ്സും ഐ ഷാഡോസ് ഡാർക്ക് കളേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ അതായത് ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ഐ ഷാഡോ അല്ല ഒരു കളർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കോസ്റ്റ്യൂമുമായിട്ട് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലൊരു ഐ മേക്കപ്പ് ആയിരിക്കും കിട്ടുന്നത്. അതെ അതെ, അത് ഐസ് കുറച്ചുകൂടെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഐസിന് കുറച്ച് ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കോണ്ടറിംഗിന് ശേഷം നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് കടന്നത്. ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ഐ ഹൈലൈറ്റർ, പിന്നെ ഐ ഷാഡോ, ഐ ലൈനർ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഐ ലാഷസും കൂടി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ചെയ്തതിനു ശേഷം ഐ മേക്കപ്പ് തീരുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലിപ്സ് ആണ്. ലിപ്സ്റ്റിക്ക് അക്കോർഡിംഗ് ടു ദ ഡ്രസ്സ് അവരുടെ തീം അനുസരിച്ചിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് കൊടുക്കാറുള്ളത്.
4K മേക്കപ്പിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് സ്കിൻ പ്രിപ്പറേഷൻ ആണ്. സ്കിന്നിനനുസരിച്ച് വെദർ ഓയിലി ആണോ ഡ്രൈ ആണോ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണോ അതിനനുസരിച്ചാണ് ആദ്യം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് പ്രൈമർ ആപ്ലിക്കേഷൻ, ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ, പിന്നെ ഫേസിലെ എല്ലാ ഫീച്ചേഴ്സും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടൂറിങ് ചെയ്യും. പിന്നെ ഐ മേക്കപ്പിലേക്ക് കടക്കും. അതിനുശേഷമാണ് ലിപ്പിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബ്ലഷറാണ്. ബ്ലഷർ ആപ്ലിക്കേഷനാണ്. ഇപ്പം നമ്മൾ ഫേസ് മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹെയർ ഡൂവിലേക്കാണ്. ഹെയർ ഡൂവിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ചിലർക്ക് ഇപ്പോൾ ബ്രൈഡൽ ഡേ ആകുമ്പോഴത്തേക്കിന് ട്രഡീഷണൽ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ആവശ്യപ്പെടുന്നവരുണ്ട്. അല്ല, അങ്ങനെ വേണമെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, മോഡേൺ രീതിയിലാണെങ്കിൽ അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബ്രൈഡിനെ നമുക്ക് ഹെയർ സ്റ്റൈലിന് ശേഷം കാണാം. വനിതാ ലോകത്തിന്റെ ബ്യൂട്ടി കെയർ സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ കണ്ടത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 4K ബ്രൈഡൽ മേക്ക് ഓവർ ആണ്. ബ്യൂട്ടി കെയർ സെഗ്മെന്റ് നമുക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്തു തന്നത് മിസ്സിസ് സംഗീത പ്രതീഷാണ്. താങ്ക് യു സോ മച്ച് മാം. സോ ഇന്നത്തെ ബ്യൂട്ടി കെയർ സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. ഇന്നത്തെ വനിതാ ലോകത്തിന്റെ ബ്യൂട്ടി കെയർ സെഗ്മെന്റ് നിങ്ങൾക്കെല്ലാം വളരെ താല്പര്യമായിരുന്നു കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വനിതാ ലോകത്തിന്റെ ഫാഷൻ സെഗ്മെന്റിലേക്ക് സ്വാഗതം. സോ ഫാഷൻ സെഗ്മെന്റിൽ ഞങ്ങൾ എല്ലാ തവണയും പുതിയ ട്രെൻഡ്സും പുതിയ ഡിസൈൻസും നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. സോ ഇത്തവണ നമ്മൾ ഫാഷൻ സെഗ്മെന്റിൽ എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സ്നോ വ്യൂ ടെക്സ് കളക്ഷൻസിലാണ്. സോ ഇവിടുത്തെ ന്യൂ ട്രെൻഡ്സും വെറൈറ്റീസും ഏതൊക്കെയെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് സീ. വസ്ത്രവിപണിയിലെ ഫാഷൻ തരംഗങ്ങൾ എപ്പോഴും യുവതലമുറയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നു. വ്യത്യസ്തവും ആകർഷകവുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ഏറെ താല്പര്യപ്പെടുന്നു യുവതലമുറ. ഈ ഒരു സാഹചര്യത്തിലാണ് ബോട്ടിക്കുകളുടെ വരവ്. യുവതികൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഇപ്പോൾ കൂടുതലായും ആഗ്രഹിക്കുന്നത് ബൊട്ടിക്കുകളിൽ നിന്നുമാണ്. തങ്ങളുടെ ശരീരഘടനയ്ക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അതിമനോഹരമായ ഡിസൈനുകളിൽ കൃത്യമായ അളവിൽ ലഭിക്കുന്നു എന്നതാണ് ബൊട്ടിക്കുകളുടെ പ്രത്യേകത. ഉപഭോക്താക്കളുടെ ആശയത്തിനും അഭിരുചിക്കുമനുസരിച്ചുള്ള വസ്ത്രസങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ബൊട്ടിക്കുകൾ ഏറെ പങ്കുവഹിക്കുന്നു. ഒരു കാലത്ത് മെട്രോ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ബൊട്ടിക്കുകൾ ഇന്ന് കേരളത്തിലെ ചെറുപട്ടണങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തങ്ങളുടെ തനിമയാർന്ന പ്രത്യേകതകൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഉപഭോക്താക്കളെ ഏറെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇരിങ്ങാലക്കുടയിൽ ശ്രീമതി ഉമാദേവി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്നോ വ്യൂ ടെക്സ് കളക്ഷൻസ്. സോ ഇപ്പം കേരളത്തിലെ ബുട്ടീക് ട്രെൻഡ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സ്നോ വ്യൂയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
സ്നോ വ്യൂ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡിസൈൻ ഫാക്ടറിയാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറിൻ്റെ സങ്കല്പത്തിലുള്ള ഡിസൈനുകൾ ഞങ്ങൾ തുണികളിൽ പകർത്തി കൊടുക്കും. വിദഗ്ധരായ ഡിസൈനർമാരുടെ ഏറെ ആകർഷകവും പുതുമയുമുള്ള ഡിസൈനുകളെ രൂപപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ നൽകുന്നതിലൂടെ സ്നോ വ്യൂവിന് ഉപഭോക്താക്കൾ ഏറി വരുന്നു. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് നിങ്ങളോട് അവൈൽ ചെയ്യുന്നത്? ഞങ്ങൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെഡ്ഡിങ് ഡ്രസ്സുകളാണ്. വെഡ്ഡിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ഗൗണുകളുണ്ട്, ലാച്ചയുണ്ട്, ലെഹങ്കയുണ്ട്. അങ്ങനെ വെഡ്ഡിങ്ങിനോട് എന്തൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റവും ഞങ്ങളിവിടെ ഡിസൈൻ ചെയ്ത് കസ്റ്റമറിന് ചെയ്തു. സോ വെഡ്ഡിങ് ഡ്രസ്സസ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രസ് ഫാക്ടറിലാണ്. സോ ഇവിടെ ഇരിഞ്ഞാലക്കുട ഈ ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്? വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ തന്നെ ഡിസൈൻസിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും നിന്ന് തിരിയാൻ പറ്റാത്തത്ര വർക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇരിഞ്ഞാലക്കുടക്കാരും പരിസര പ്രദേശങ്ങളിലും ഞങ്ങളെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആഘോഷവേളകളിൽ അണിയുന്ന പാർട്ടി വെയർ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിലാണ് സ്നോ വ്യൂ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഉപഭോക്താക്കളുടെ സങ്കല്പത്തിലെ ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടിലൂടെ അതിമനോഹരമായ വസ്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നു സ്നോ വ്യൂ എന്ന ഈ ഡിസൈൻ ഫാക്ടറി. പാർട്ടി വെയറിലെ ഇപ്പോഴത്തെ ട്രെൻഡ് ഗൗൺ, ലാച്ച, ലെഹങ്ക, ഡിസൈൻ സാരീസ് എന്നിവയ്ക്കാണ്. സ്നോ വ്യൂ ബൊട്ടീക്കിലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വെറൈറ്റി ഡിസൈൻസിലുള്ള ഡ്രസ്സസ് ആണ്. ഇതൊരു സ്കേർട്ടും ടോപ്പുമാണ്. ഇതൊരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് വെൽവെറ്റിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് അതിന്റെ ടോപ്പാണ്. വെൽവെറ്റ് മെറ്റീരിയലുള്ള ഈ സ്കേർട്ട് ആൻഡ് ടോപ്പിന് കട്ട് ബീഡ്സ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് വർക്കിൽ തയ്യാർ ചെയ്യുന്ന ഈ പാർട്ടി വെയറിന്റെ സ്കർട്ടിന്റെ മറ്റൊരു പ്രത്യേകത ബലൂൺ കട്ട് ഡിസൈനാണ്. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം തയ്യാർ ചെയ്തിരിക്കുന്ന മറ്റൊരു പാർട്ടി വെയറാണ് ഇത്. ഇനി കാണാൻ പോകുന്നത് എന്താണ് മാം? ഇത് ഒരു വെൽവെറ്റ് ബ്ലൗസാണ്. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നതായിട്ടാണ്. ഇത് സീക്വൻസ് വർക്കാണ്. ഇതിൽ ജ്വല്ലറി വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെൽവെറ്റ് മെറ്റീരിയലുള്ള ബ്ലൗസിൽ നൽകിയിരിക്കുന്നത് സ്വീക്വൻസ് വർക്കും ജ്വല്ലറി വർക്കുമാണ്. ഹാൻഡ് മെയ്ഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ ഈ ബ്ലൗസിന് കൂടുതൽ ചേർച്ചയ്ക്കായി പിങ്ക്, ഓറഞ്ച് നിറങ്ങളിലുള്ള ഡബിൾ ഷെയ്ഡ് സാരിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഒരു വെഡ്ഡിംഗ് പാർട്ടി വെയർ ഗൗണാണ്. ഇത് ലേസ് വർക്കാണ്. റോസ് സിൽക്കിൽ 2 കളേഴ്സ് വെച്ചിട്ട് നമ്മളൊരു അംബ്രല്ല കട്ടിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ സോ ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് ലൈക്ക് റോസ് സിൽക്ക് മെറ്റീരിയൽ. നേരത്തെ കണ്ടത് രണ്ടും വെൽവെറ്റ് ആയിരുന്നു. ഇത് റോസ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതിലെ ലേസ് വർക്ക് അല്ല, ലേസ് വർക്ക് ആണ്. ഇപ്പം ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രമേ നമുക്ക് ലേസ് വർക്ക് വരുന്നുള്ളൂ. അടിയിലെ ലേസ് വർക്ക് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് 2 കളേഴ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ട്, ലൈറ്റ് ഓഷ്യൻ ബ്ലൂ അല്ല, ഓഷ്യൻ ബ്ലൂ. സോ രണ്ടും നല്ല കോമ്പിനേഷൻ തരുന്ന കളേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു സിൻഡ്രല്ല കട്ടിങ് പോലെ എന്ന് പറയുന്ന വി ആർ ഹാവിങ് ഹിയർ നെറ്റ് ഓൾസോ. സോ ഈ നെറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടിയും പൊന്തി നിൽക്കും. അടിഭാഗം കുറച്ചുകൂടി വിരിഞ്ഞ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സിൻഡ്രല്ല ലുക്ക്. സോ ഇനി കാണാൻ പോകുന്നത് ടീനേജ് ബേസ്ഡ് ഡ്രസ്സസ് ആണ്. ഇത് ടീനേജുകാർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഒരു 3/4 ആണ് സ്കേർട്ട്. ഇത് പ്രിന്റഡ് മെറ്റീരിയൽ. ടീനേജുകാർക്ക് ഏറെ താല്പര്യപ്പെടുന്ന ഒരു പാർട്ടി വെയറാണ് ഈ സ്കർട്ട് ആൻഡ് ടോപ്പ്. ഈ 3/4 സ്കർട്ടിന് ബോക്സ് കട്ടിംഗ് ആണ് നൽകിയിരിക്കുന്നത്. പ്രിന്റഡ് മെറ്റീരിയലിലാണ് ഇതിന്റെ ടോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഇനി കാണാൻ പോകുന്നത് വെറൈറ്റി ഉള്ള ചുരിദാർ മോഡലാണ്. സോ മാം ഇതിനെ കുറിച്ച്
ഇത് വെൽവെറ്റ് മെറ്റീരിയലാണ്. വെൽവെറ്റ് ഇതിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബീഡ്സ് വർക്കും ഉണ്ട്, സർദോസി വർക്കാണ്. ഇതിന് സർദോസി വർക്ക് എന്നാണ് പറയുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരു ഡ്രസ്സാണ്. ആകർഷണീയമായ മറ്റൊരു പാർട്ടി വെയറാണ് ഈ സാരിയും ബ്ലൗസും. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കട്ട് വർക്കിലാണ്. പിങ്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ഈ സാരിയെ ഏറെ ആകർഷണീയമാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടിഷ്യൂവിൻ്റെ ഒരു സാരിയും അതിനു വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസുമാണ്. ഇതിൽ കട്ട് വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു മയിൽപീലിയുടെ ആകൃതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഗൗൺ ശ്രേണിയിൽ വരുന്ന ഒരു ഫുൾ ഗൗൺ വസ്ത്രമാണ്. വെൽവെറ്റ് മെറ്റീരിയലിൽ തയ്യാർ ചെയ്യുകൾക്ക് നൽകിയിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, വനിതാലോകത്തിൽ ഞങ്ങൾ ഇന്ന് ഉൾപ്പെടുത്തിയ എല്ലാ സെഗ്മെന്റുകളും നിങ്ങൾക്ക് വളരെ പ്രയോജനകരവും താല്പര്യവുമായി എന്ന് കരുതുന്നു. വനിതാലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ വനിതാലോകത്തിന്റെ സെഗ്മെന്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9495666699. നമ്പർ ഒരിക്കൽ കൂടി 9495666699. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.